15. Q plus R is equal to 17. P plus R. My infinity like this. P plus R is equal to 60. ചോദ്യം ഇതാണ് എങ്കിൽ പി എത്രയാണ്? 17. പി രണ്ടെണ്ണം ഉണ്ട്, അപ്പൊ 2P. ഇവിടെ Q രണ്ടെണ്ണം ഉണ്ട്, അപ്പോൾ 2Q. ഇവിടെ R രണ്ടെണ്ണം ഉണ്ട്, അപ്പോൾ 2R. 2P 2Q 2R. അതെത്രയായിരിക്കും? ഇതെല്ലാം കൂട്ടിയാൽ എത്രയാണ്? 48. ഇത് അപ്പുറം ഇപ്പുറം ഇങ്ങനെ സ്റ്റാറ്റേർഡായി എഴുതിയതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തത്. ഇത് എടുത്ത് നേരെ എഴുതിക്കാൻ പെട്ടെന്ന് തിരികെയും 2P 2Q 2R ഇതെല്ലാം കൂടി കൂട്ടിയാൽ കിട്ടുന്ന 48. കാരണം P യുടെ 2 ഉണ്ട്, Q യുടെ 2 ഉണ്ട്, R യുടെ 2 ഉണ്ട്. അപ്പോൾ ഒരു P, ഒരു Q, ഒരു R എത്രയായിരിക്കും? 24. 24. അപ്പോൾ ഒരു P, ഒരു Q, ഒരു R 24 ആണെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഇതാ വരുന്നു. P ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ Q പ്ലസ് R ഇവിടെ തന്നിട്ടുണ്ടല്ലോ. എത്രയാണ് Q പ്ലസ് R? ഹരിഗോവിന്ദ് 17 ആണ്. അപ്പോൾ ഈ Q പ്ലസ് R നിങ്ങൾ 17 എന്ന് വില കൊടുത്തു കഴിഞ്ഞാൽ P പ്ലസ് 17 ഈസ് ഈക്വൽ ടു 24 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ P ഈസ് ഈക്വൽ ടു ഈ പ്ലസ് 17 അപ്പുറം പോയാൽ മൈനസ് 17 ആയിരിക്കും. പ്ലസും മൈനസും തമ്മിൽ ബന്ധം ഇൻറ്റു എക്സ് ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 10 എന്ന് പറയുമ്പോൾ എക്സിന്റെ വില എത്രയാണ്? 8. എന്താണ് ഈ പറയുന്നത്? ഗുണിച്ചതല്ലേ? എന്തൊക്കെയാണ് ഗുണിച്ചതല്ലേ? എത്രയാണ്? 5. ആ 5 കിട്ടണമെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു മൾട്ടിപ്പിൾ രണ്ട് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ 10/2 എന്ന് പറഞ്ഞ മൾട്ടിപ്പിൾ ഡിവൈഡ് ആയിട്ട് മാറുന്നു, ഗുണനം ഭരണമായിട്ട് മാറുന്നു, കൂട്ടൽ കുറയ്ക്കലായിട്ട് മാറുന്നു. ഈ 17 കൂട്ടുമ്പോൾ സമചിഹ്നത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ 24 17 മൈനസ് ചെയ്താൽ മതി. നിങ്ങൾ 24 17 മൈനസ് ചെയ്താൽ എത്രയാണ്? 7. അപ്പൊ പിയുടെ വില കിട്ടി 7. ഒരു വില കിട്ടിയ ബാക്കിയെല്ലാം വേഗം കണ്ടുപിടിക്കാം. P 7 ആണ്. അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. P 7 ആണെന്ന്. അത് കിട്ടി. 7ന്റെ കൂടെ Q കൂട്ടിയപ്പോൾ 15 കിട്ടിയെങ്കിൽ Qയുടെ വില എത്രയായിരിക്കും? 8 ആണ്. ശരി, Qയുടെ വില 8 ആണെങ്കിൽ R-ന്റെ വില എത്രയായിരിക്കും? 9 ആയിരിക്കും. അപ്പൊ Pയുടെ വില 7 കിട്ടി, R-ന്റെ വില 9 കൂട്ടിക്കഴിഞ്ഞാൽ 9 7 16 കിട്ടുന്നുണ്ട് നിങ്ങൾക്ക്. ഇതെല്ലാം കൂട്ടിയാൽ കിട്ടുന്നുണ്ട് 8 7 15, 8 9 17, 7 9 16 കിട്ടി. 100 എന്ന സംഖ്യയിൽ അവസാനം എത്ര സീറോസ് ഉണ്ടാവും? 1 കഴിഞ്ഞാൽ എത്ര സീറോസ് ഉണ്ടാവും? സർ ചെയ്തോക്കട്ടെ. ഒരാവശ്യമില്ല, ചെയ്തോക്കേണ്ട ഒരാവശ്യമില്ല. അതാരാണ് സംസാരിക്കുന്നത്? മുഹമ്മദ് റഷാദ്. 100/100 1 കഴിഞ്ഞാൽ എത്ര 0 ഉണ്ടാകുമെന്നാണ് എന്റെ ചോദ്യം. ഹിബാബിന്റെ ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റിയ സഹായിക്കാം. ശരി, ഹിബ കേൾക്കാമോ ഞാൻ പറയുന്നത്? 100/100 എത്ര 0? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? യെസ് സർ. 100/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതില് 4. ഇതിന്റെ അർത്ഥം എന്താണ്? 100/2 എന്ന് പറയുകയാണെങ്കിൽ അർത്ഥം എന്താണ്? 1 ഉം 4 0.
ഞാൻ പറയുന്നതിന്റെ അർത്ഥം പറയൂ. 100-നെ എത്ര പ്രാവശ്യം എഴുതി ഗുണിക്കണം എന്നാണ് അർത്ഥം? 2 പ്രാവശ്യം. 2 പ്രാവശ്യം. അപ്പൊ 100/2 എന്ന് പറയുമ്പോൾ 1 കഴിഞ്ഞാൽ 4 0 വരുന്നില്ലേ? യെസ് സർ. ഉണ്ടോ ഇല്ലയോ? ഉണ്ടാവും. 100/3 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 100 അല്ലേ? യെസ്. സോറി. അപ്പൊ ഇവിടെ 100 എന്ന് വരുമ്പോൾ 1 കഴിയുമ്പോൾ എത്ര 0 ഉണ്ട് മോളെ? 102. 1 2 6 0 ഉണ്ട്. ഇനി പറയും 100/4 എന്ന് പറഞ്ഞാൽ 1 കഴിഞ്ഞാൽ എത്ര 0 ഉണ്ടാവണം? 8. 8 0 ഉണ്ടാവും. 8 എണ്ണം ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ 100/100 എത്ര 0 ഉണ്ടാവും? 400. 200. എത്ര 0 ഉണ്ടാവും? എല്ലാവരും ഒന്നിച്ച് പറയും. എത്ര 0 ഉണ്ടാവും? 200. ക്രമത്തിലാണ് പോകുന്നത്. ഇതിൽ 3 ചോദ്യമാണ് നിങ്ങളുടെ ചോദിക്കുന്നത്. ആ 3 ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കണ്ടെത്തുക. ഇതിൽ 20ാമത്തെ വരിയിലെ ലാസ്റ്റ് നമ്പർ ഏതാണ്? ഏതായിരിക്കും? രണ്ടാമത്തെ ചോദ്യം, 20ാമത്തെ വരിയിലെ ഫസ്റ്റ് നമ്പർ ഏതാണ്? ആദ്യത്തെ നമ്പർ ഏതാണ്? മൂന്നാമത്തെ ചോദ്യം ഇതാണ്. സർ ബോർഡ് ക്ലിയർ ഇല്ല. എന്താണ് ബോർഡ് ക്ലിയർ ഇല്ല എന്നാ കുട്ടി പറയുന്നത്? ഹലോ, ബോർഡ് ക്ലിയർ അല്ലേ? പറഞ്ഞത് ആ കുട്ടി എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കൂ. ബോർഡ് ക്ലിയർ അല്ലേ? യെസ് ഓർ നോ? യെസ് സർ, ക്ലിയർ ആണ്. അതൊന്ന് എഴുതിയെടുത്തല്ലേ. ഫോണൊന്ന് ചരിച്ചു പിടിച്ചാൽ മതി. നിങ്ങളുടെ ഫോണില് അപ്ഡേഷൻ പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് കിട്ടൂലേ ബോർഡ്. ഇരുപതാമത്തെ വരിയിലെ സംഖ്യകളുടെ ശരാശരി എത്ര? 20ാമത്തെ വരിയിലെ സംഖ്യകളുടെ ആവറേജ്, ശരാശരി, അതിന്റെ മലയാളതാണ്. ശരാശരി എത്ര? ആ ചോദ്യം വെച്ചെടുത്ത മുഹമ്മദ് റഷാദ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 dash dash. Question number 1. 20ാമത്തെ വരിയിലെ അവസാനത്തെ നമ്പർ ഏതാണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 20ാമത്തെ വരിയിലെ ആദ്യത്തെ നമ്പർ ഏതാണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 20ാമത്തെ വരിയിലെ സംഖ്യകളുടെ ശരാശരി എത്ര? 20നെ 20 കൊണ്ടങ്ങ് മൾട്ടിപ്പിൾ ചെയ്താൽ കിട്ടുന്ന 400 ആണ് ഒന്നാമത്തെ ഉത്തരം എന്ന് മനസ്സിലായി. ഇത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, ഒന്നാമത്തെ വരിയിൽ 1 ആണ്, രണ്ടാമത്തെ വരിയിലെ അവസാനത്തെ നമ്പർ 4 ആണ്. അത് രണ്ടാമത്തെ വരി എന്ന് പറയുമ്പോൾ 2 കണ്ടുപിടിക്കും. മൂന്നാമത്തെ വരിയിലെ അവസാന നമ്പർ 9 ആണ്. അപ്പോൾ 1 2 3 4, ഇവിടെ 1 2 3. അപ്പൊ ഇവിടെ അവസാന നമ്പർ 9 ആയത് മൂന്നാമത്തെ വരി, തേർഡ് ലൈൻ എന്ന് പറയുമ്പോൾ 3 × 3 ആണ് 9. നാലാമത്തെ വരി കഴിയുമ്പോൾ 4 × 4 14. ഇനി നാലാമത്തെ വരിയിലെ ആദ്യത്തെ നമ്പർ കണ്ടുപിടിക്കാൻ മൂന്നാമത്തെ വരിയിലെ അവസാനത്തെ നമ്പറിന്റെ കൂടെ 1 കൂട്ടിയാൽ മതി. ഒന്നുകൂടി ശ്രദ്ധിക്കുക. നാലാമത്തെ വരിയിലെ ആദ്യത്തെ നമ്പർ കണ്ടുപിടിക്കാൻ മൂന്നാമത്തെ വരിയിലെ അവസാന നമ്പറിന്റെ കൂടെ 1 കൂട്ടിയാൽ മതി. അപ്പം 20ാമത്തെ വരിയിലെ ആദ്യത്തെ നമ്പർ കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? സാറേ 19ന്റെ സ്ക്വയർ നമ്പർ 1 കൂട്ടണം.
എന്താണ് ചെയ്യേണ്ടതെന്ന് പറയൂ ഒരു കുട്ടി മുഹമ്മദ് റഷാദ് പറയും. സാർ 19ന്റെ സ്ക്വയറിനോട് 1 കൂട്ടണം. 19ന്റെ സ്ക്വയർ ആയ 19 into 19 361ന്റെ കൂടെ 1 കൂട്ടണം. 1 കൂട്ടിയാൽ കിട്ടുന്ന 362 ശരി, അതും സമ്മതിച്ചു. ഇനി 20ാമത്തെ വരിയിലെ എല്ലാ സംഖ്യകളുടെയും ആവറേജ് ശരാശരി കണ്ടുപിടിക്കാനോ? 20ാമത്തെ വരിയിലെ ആദ്യത്തെ നമ്പർ 362 ആണെന്ന് നിങ്ങൾ പറഞ്ഞു. 20ാമത്തെ വരിയിലെ അവസാനത്തെ നമ്പർ 400 ആണെന്നും പറഞ്ഞു. ഇവിടെ 4ാമത്തെ വരിയിലെ എല്ലാ സംഖ്യകളുടെയും ശരാശരി എത്രയാണ്? നാലാമത്തെ വരിയിലെ എല്ലാ സംഖ്യകളുടെയും ശരാശരി എത്രയാണ്? 13. ശരാശരി കണ്ടുപിടിക്കാൻ ഇതാ 2-3 മാർഗങ്ങൾ. ഒന്ന്, ഏറ്റവും മിഡിലായിരിക്കും ശരാശരി ഉണ്ടാവുക. 1 2 3 4 5 6 7 എണ്ണം ഉണ്ടെങ്കിൽ ഈ 7 മിഡിലുള്ള സംഖ്യ 13. അല്ലെങ്കിൽ ആവറേജ് കണ്ടുപിടിക്കാൻ വേറൊരു മാർഗം, ആദ്യത്തെ നമ്പറും അവസാനത്തെ നമ്പറും കൂടി കൂട്ടുക. 10ഉം 16ഉം തമ്മിൽ കൂട്ടിയിട്ട് 26 കിട്ടുന്നതിന്റെ പകുതി ആക്കിയാലും കിട്ടും. അതും അല്ലെങ്കിൽ വേറൊരു മാർഗം, ഇതെല്ലാം കൂടി കൂട്ടുക. ഇപ്പൊ കൂട്ടാൻ നേരെ ആ കൂട്ടിയിട്ട് 7 എണ്ണം ഉണ്ടെങ്കിൽ 7 ഹെച്ച്. 3 മാർഗങ്ങളാണ് ശരാശരി കണ്ടുപിടിക്കാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഏതൊക്കെയാണ് ആ 3 മാർഗങ്ങൾ? സാറേ 762 ആണ് ആൻസർ. ഞാൻ ഇതിന്റെ സമാധാനം പറയാം. ഈ പറഞ്ഞ 3 കാര്യങ്ങൾ നോക്കൂ. 1 1 2 3 4 നാലാമത്തെ വരിയിലെ അവസാനത്തെ നമ്പർ കണ്ടുപിടിക്കാൻ 4 16. നാലാമത്തെ വരിയിലെ ആദ്യത്തെ നമ്പർ കണ്ടുപിടിക്കാൻ 3ാമത്തെ വരിയിലെ അവസാനത്തെ നമ്പറിന്റെ കൂടെ 1 കൂട്ടുന്നു. 3 9 1 10. നാലാമത്തെ വരിയിലെ എല്ലാ സംഖ്യകളുടെയും ശരാശരി കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യത്തെ നമ്പർ കിട്ടി അവസാനത്തെ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അത് രണ്ടും കൂടി കൂട്ടിയിട്ട് പകുതിയാക്കുന്നു. എങ്കിൽ പറയൂ 20ാമത്തെ വരിയിലെ എല്ലാ സംഖ്യകളുടെയും ശരാശരി എത്രയായിരിക്കും? മനസ്സിലായില്ല? 381. അതെങ്ങനെയാണ് കിട്ടുന്നത്? 762/2 ഇത് ആർക്ക് പറയാൻ പറ്റും? ഇതൊന്ന് ക്ലിയർ ആയിട്ട് ആർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും? പറയൂ. 1 2 3 4 5 6 7 8 9 ഇങ്ങനെ 10 മുതൽ 16 വരെ ഈ ഒരു റോയിൽ എഴുതിയിട്ട് ഈ ഒരു പാറ്റേൺ സംഖ്യകൾ തന്നിട്ട് നിങ്ങൾക്ക് 3 ചോദ്യങ്ങളാണ് ഞാൻ ചോദിച്ചത്. 20ാമത്തെ വരിയിലെ അവസാനത്തെ പറയത് അത് 20ന്റെ സ്ക്വയർ ആണ്. ശരിയാണ്, കാരണം അവസാനത്തെ നമ്പർ കൂടെ സ്ക്വയർ നമ്പേഴ്സ് ആണ്. 3 വരികൾ ഉണ്ടെങ്കിൽ 3ന്റെ സ്ക്വയർ 3 9 ആണ്. 4ാമത്തെ വരിയിലെ അവസാനത്തെ നമ്പർ 4 16 ആണ്. അത് മനസ്സിലായി. രണ്ടാമത്തെ കാര്യം, 20ാമത്തെ വരിയിലെ ഫസ്റ്റ് നമ്പർ ഏതാണ്? അതിന് നമ്മൾ 19ാമത്തെ വരിയിലേക്ക് പോകണം. 19ാമത്തെ വരിയിലെ അവസാന നമ്പർ 19ന്റെ സ്ക്വയർ ആയ 361 ആവുമ്പോൾ 361ന്റെ 1 കൂട്ടിയാൽ കിട്ടുന്ന 362 ആണ് 19ാമത്തെ വരിയിലെ ഫസ്റ്റ് നമ്പർ. സോറി, 20ാമത്തെ വരിയിലെ ഫസ്റ്റ് നമ്പർ. അപ്പൊ ഇവിടെ 20ാമത്തെ വരിയിലെ എല്ലാ സംഖ്യകളുടെയും ആവറേജ് ആണ് നിങ്ങൾക്ക് പ്രശ്നം വന്നതെങ്കിൽ 20ാമത്തെ വരിയിലെ ഫസ്റ്റ് നമ്പർ നേരത്തെ നിങ്ങൾക്ക് കിട്ടി. 20ാമത്തെ വരിയിലെ ലാസ്റ്റ് നമ്പർ നിങ്ങൾക്ക് 400 കിട്ടി. അത് രണ്ടും കൂടി കൂട്ടിയിട്ട് പകുതിയാക്കാൻ എന്താണ് ഇത്ര വിഷമം? എന്താ ഇത്ര വിഷമം? അതൊന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതായത് ഈ ഒരു പാറ്റേണില് 20ാമത്തെ റോയിലെ ലാസ്റ്റ് നമ്പർ ആണ് ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് റോ തൊട്ട് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് റോയില് 1 ആണ് ലാസ്റ്റ് നമ്പർ. എന്ന് വെച്ചാല് ഒന്നാമത്തെ വരിയില് 1 × 1 1, രണ്ടാമത്തെ വരിയില് 2 × 2 4, മൂന്നാമത്തെ വരിയില് 3 × 3 9, നാലാമത്തെ വരിയില് 4 × 4 16. അപ്പോൾ നമുക്ക് 20ാമത്തെ വരിയില് 20 × 20 400 കിട്ടും. അപ്പൊ 20ാമത്തെ നമ്പർ വരിയിലെ ഫസ്റ്റ് നമ്പർ ആണ് രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ നമുക്ക് 19ാമത്തെ വരി ഈ ഒരു ഇതിൽ നോക്കുവാണെങ്കിൽ തന്നെ
1 × 1 1 കഴിഞ്ഞിട്ട് 1 കൂട്ടിയിട്ട് 2 അടുത്ത നമ്പർ, അടുത്ത റോയിലെ ഫസ്റ്റ് നമ്പർ. അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് 19ാമത്തെ വരിയുടെ സ്ക്വയർ ആയ 361 1 കൂട്ടി 362 ആയിരിക്കും ഈ ഒരു 20ാമത്തെ വരിയിലെ ഫസ്റ്റ് നമ്പർ. ഈ 20ാമത്തെ വരിയിലെ എല്ലാ സംഖ്യകളുടെയും ആവറേജ് കാണാൻ വേണ്ടിയിട്ട് 362 400 കൂട്ടി 762 കിട്ടി. 762ന്റെ പകുതിയായിരിക്കും ഈ ഒരു സംഖ്യകളുടെ ഫുള്ള് ആവറേജ്. അത് 381 അപ്പോൾ നിങ്ങളുടെ പ്രധാന പ്രശ്നം നിങ്ങൾക്ക് ആവറേജ് കാണുന്നതില്ല പ്രശ്നമാണ്. നിങ്ങൾ നോക്കൂ, 1 2 3 4 5 ആവറേജ് എത്രയാണ്? 3 വരിയിലൂടെ ആവറേജ് കാണാം. 1 ഇങ്ങനെ ഒറ്റ നമ്പർ സംഖ്യകളാണെങ്കിൽ 1 2 3 4 5 ഒറ്റയാണ്. ഒറ്റ നമ്പർ സംഖ്യയാണെങ്കിൽ നടുക്കുള്ള സംഖ്യയെ നമുക്ക് വേർപെടുത്തി മാറ്റാം. ഇത് ആവറേജ് ആണ്. ആവറേജ് എപ്പോഴും മിഡിലായിരിക്കും ഉണ്ടാവുക. ഇനി 6 കൂടി ചേർത്ത് കഴിഞ്ഞാൽ അത് വേറെ നമ്പറാണ്. നടുക്കുള്ള 2 നമ്പർ കൂടി കൂട്ടി പകുതിയാക്കണം. ഇവിടെ ആവറേജ് 3. കണ്ടുപിടിക്കാൻ വേറെ മാർഗം അറ്റത്തുള്ള 2 സംഖ്യകൾ തമ്മിൽ കൂട്ടുക. 5ഉം 1ഉം കൂടി കൂട്ടുക, പകുതിയാക്കുക. 6ന്റെ പകുതി 3. അല്ലെങ്കിൽ എല്ലാം കൂടി കൂട്ടുക. 20ാമത്തെ വരുമ്പോൾ എല്ലാം കൂടി കൂട്ടാനൊക്കെ വിഷമാണ്. എല്ലാം കൂടി കൂട്ടുക. 5 4 9 12 2 14 15. 15ല് ആണ് ടോട്ടൽ കിട്ടുന്നത് 15. എത്ര നമ്പേഴ്സ് ഉണ്ട്? 5 നമ്പേഴ്സ് ഉണ്ട്. 15ന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 3 കിട്ടും. 400 ആയ ലാസ്റ്റ് നമ്പർ കൂടി കൂട്ടിയിട്ട് കിട്ടുന്ന 762നെ പകുതിയാക്കുന്നതാണ് ഇത്. ഈ നമ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ട്രയാങ്കുലർ നമ്പറാണ്, ത്രികോണ സംഖ്യ. അസംതമായി ഉപയോഗിക്കുന്ന കുട്ടികൾ മൈക്ക് ഓഫ് ചെയ്യുക. അതായത് അവിടുന്ന് മുട്ടിക്കൊണ്ടിരിക്കുന്നു നോക്കണേ. മുഹമ്മദ് റഷാൻ, ഇതിലെ 3ാമത്തെ നമ്പർ ഏതാണ്? 6. മുഹമ്മദ് റഷാന്റെ മൈക്കാണ് പ്രശ്നം തോന്നുന്നു. ഞാൻ ഹരിനന്ദിലേക്ക് പോവുകയാണ്. എല്ലാവരും മൈക്കിൽ മ്യൂട്ട് ചെയ്യുക. ഹരിനന്ദ്, ഞാൻ പറയുന്നത് കേൾക്കാമോ? ശരി, ഹരിനന്ദ്, ഞാൻ പറയുന്നതിന് മറുപടി പറയൂ. ഇതിലെ 3ാമത്തെ നമ്പർ ഏതാണ്? 6. 4ാമത്തെ നമ്പർ ഏതാണ്? 10. അപ്പൊ ചോദ്യം ഇതാണ്, 20ാമത്തെ നമ്പർ ഏതായിരിക്കും? മറ്റുള്ള കുട്ടികൾ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതി ആൻസർ. മരുന്ന് അത് ആൻസർ നോക്കിയിട്ട് മറുപടി പറയേണ്ടതാണ്. ഇവിടെ 20ാമത്തെ നമ്പർ ഏതായിരിക്കും ഇങ്ങനെ പോയാൽ? 50 ആണ്. 20ാമത്, അതായത് 3ാമത്തെ നമ്പർ കണ്ടുപിടിക്കാൻ 3നെ 4 കൊണ്ട് ഗുണിച്ചിട്ട് പകുതിയാക്കിയിട്ടാണ് 6 കിട്ടിയത്. 4ാമത്തെ നമ്പർ കണ്ടുപിടിക്കാൻ 4നെ 5 കൊണ്ട് ഗുണിച്ചിട്ട് പകുതിയാക്കിയിട്ടാണ് 10 കിട്ടിയത്. 5ാമത്തെ നമ്പർ കണ്ടുപിടിക്കാൻ 5നെ 6 കൊണ്ട് ഗുണിച്ചിട്ട് പകുതിയാക്കിയിട്ടാണ് 15 കിട്ടിയതെങ്കിൽ 20ാമത്തെ നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 20 × 21 ഡിവൈഡഡ് ബൈ 2. 20 × 21/2 ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് ഒരു എളുപ്പം 20ന്റെ പകുതി കാണാം. 20ന്റെ പകുതി എത്രയാണ്? 10 കൊണ്ട് ഗുണിക്കാൻ 21ന്റെ കൂടെ 210. അപ്പൊ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം എന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയാണ്. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തു. ഒരു കുട്ടി, ഞാൻ നേരത്തെ വിളിച്ചു, ഒരു കുട്ടി മുന്നോട്ട് വരണമെന്നുള്ളത്. ആരും ഇതിന്റെ മുമ്പ് വിളിച്ചില്ല. അപ്പൊ ഞാനിപ്പോ മുഹമ്മദ് റഷാനിലേക്ക് തന്നെ പോവുകയാണ്. മുഹമ്മദ് റഷാന്റെ മൈക്ക് റെഡിയാണ്, ഒന്ന് ഓൺ ചെയ്തേ. റെഡിയാ. അതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു മുട്ടുന്നത് പോലെ തോന്നുന്നത്, അതുകൊണ്ടാണ് ഞാൻ അത് ഓഫ് ചെയ്യാൻ പറഞ്ഞത്. റെഡി അല്ലേ? അത് വേറെ ഐഡിയ. വേറെ ഐഡിയ. ആ ഐഡിയ ഒന്ന് കുട്ടിയെ ഒന്ന് റിമൂവ് ചെയ്യാം, പേര് പറഞ്ഞാൽ. ശരി, അശ്രദ്ധമായിട്ട് മൈക്ക് ഉപയോഗിക്കരുത്. കാരണം നിങ്ങളുടെ കൂടെയുള്ള മറ്റു കുട്ടികൾ, അവർക്ക് നെറ്റിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് പങ്കെടുക്കാൻ കഴിയാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതിന് നിങ്ങൾ അനുവദിക്കുക. അതുകൊണ്ടാണ് എല്ലാവരുടെയും പേര് വിളിച്ച് ഞാൻ പറയാത്തത് എന്ന് തിരിച്ചറിയുക. നിങ്ങൾക്ക് വേണ്ടി പങ്കെടുക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന കോഹോസ്റ്റായ ഒരു കുട്ടി
ആ കുട്ടിക്ക് നിങ്ങൾ സപ്പോർട്ട് കൊടുക്കുക. നിങ്ങൾ അവിടുന്ന് ഉള്ള വീട്ടിലുള്ള സംസാരമൊക്കെ വരുന്ന സമയത്ത് നോക്കുക നിങ്ങളുടെ ഫോണിൽ മൈക്ക് മ്യൂട്ട് ആണോ എന്ന് ഉറപ്പ് വരുത്തുക. ഞാൻ ഇവിടുന്ന് മ്യൂട്ട് ചെയ്തിട്ടില്ല, മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്യാൻ നടക്കില്ല, അതുകൊണ്ടാണ്. നിങ്ങൾ അവിടെ മൈക്ക് മ്യൂട്ട് ചെയ്യുക, കമന്റ് ബോക്സിൽ എന്ത് വേണേ ടൈപ്പ് ചെയ്യാം, പ്രശ്നമില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മുഹമ്മദ് റഷാൻ ഹരിനന്ദും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. മറ്റുള്ള കുട്ടികളാരും മുന്നോട്ട് വരാത്തതുകൊണ്ടാണ് അവരെ സെലക്ട് ചെയ്തത്. മുഹമ്മദ് റഷാൻ, എന്റെ ഒരു കുസൃതി ചോദ്യം, ആ ചോദ്യം ഏറ്റെടുക്കാൻ തയ്യാറാണ്? യെസ്. ചോദ്യം ഇതാണ്. അക്കങ്ങൾ ആവർത്തിക്കാതെ എഴുതാൻ കഴിയുന്ന ഏറ്റവും വലിയ 4 അക്ക ഇരട്ട സംഖ്യ ഏതാണ്? Which is the largest even number without repeating the even 4-digit number without repeating the digits? 9,876. നിങ്ങൾ അത് ടൈപ്പ് ചെയ്താൽ പോലെ. മുഹമ്മദ് റഷാൻ ഇപ്പൊ റിജക്ട് വെച്ചിട്ടുള്ളൂ. നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്യും മക്കളെ, കാരണം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. വയനാട് ഏരിയയിലുള്ള കുറെ കുട്ടികൾക്ക് ഇപ്പൊ ക്യാമ്പുകളിൽ പലപാടും കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. വയനാട് ഏരിയയിലെ ക്യാമ്പുകളിൽ കഴിയുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്യുന്നത്. തിരിച്ചറിയുക നിങ്ങൾ. അവരിപ്പോ വല്ലാത്തൊരവസ്ഥയിലാണെന്ന് നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് തന്നെ ആ കുട്ടികൾക്ക് വേണ്ടി ഇത് റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കുന്നു. അവർ പിന്നീട് കാണട്ടെ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് മൈക്ക് മ്യൂട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞത്. ദയവ് ചെയ്ത് നിങ്ങൾ സഹകരിക്കുക. ഒരു കുട്ടിയെ ഞാൻ സെലക്ട് ചെയ്തത് കോഹോസ്റ്റ് ആക്കിയത് എന്തിനാണെന്ന് പറഞ്ഞാൽ ആ കുട്ടി നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ശരി, എന്നെ ശ്രദ്ധിക്കുക. അക്കങ്ങൾ ആവർത്തിക്കാതെയുള്ള ഏറ്റവും വലിയ ഈവൻ നമ്പർ. ഈവൻ നമ്പറും എല്ലാം ഇത് തന്നെയാണ്. നമ്പർ ഏതെന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. ഞാൻ ഈവൻ നമ്പർ എന്ന് ചോദിച്ച വെറുതെയാണ്. ശരി, 753 എന്ന സംഖ്യയെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ്? മറ്റുള്ള കുട്ടികൾ ടൈപ്പ് ചെയ്താൽ മതി. ഒന്നുകൂടി ശ്രദ്ധിക്കുക, മറ്റുള്ള കുട്ടികൾ ടൈപ്പ് ചെയ്യുക. ഒരു കുട്ടി മാത്രം, കോഹോസ്റ്റായ കുട്ടി മാത്രം മുന്നോട്ട് വന്നിട്ട് മറുപടി പറയുക. ഇതിൽ ശരിയായ ഉത്തരം ഉണ്ടെങ്കിൽ മാത്രം വിളിച്ച് പറഞ്ഞാൽ മതി. 753 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 753 എന്ന സംഖ്യ കിട്ടുക? ഈ സംഖ്യ വായിക്കുക. 753,753 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 753,753 കിട്ടുക എന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യൂ. മുഹമ്മദ് റഷാൻ അതിന്റെ മറുപടി. 1001 ആണ്. അങ്ങനെ പറഞ്ഞ സുഖമുണ്ട്. 1001. ഈ 1001 കൊണ്ട് ഒരു 3 അക്ക സംഖ്യയെ ഗുണിച്ചാൽ ആ 3 അക്ക സംഖ്യ. ഇപ്പോൾ ഒരു സംഖ്യയെ 101 കൊണ്ട് ഗുണിക്കുന്നു. ഒരു 2 അക്ക സംഖ്യയെ 101 കൊണ്ട് ഗുണിച്ചാൽ ആ 2 അക്ക സംഖ്യ 2 പ്രാവശ്യം അങ്ങോട്ട് എഴുതി കൊടുത്താൽ മതി. 25 × 101 25 25 കിട്ടുക. 2525 കിട്ടുക. 25 × 100 ചെയ്യുന്നു 2500. 25 × 1 ചെയ്യുന്നു 25. കൂട്ടിയാൽ 2525. ഇവിടെ എന്തിനാ സംഭവിക്കുന്നത്? 753 1000 കൊണ്ട് ആദ്യം ഗുണിച്ചാടുന്നു. 753 കൂടെ 3 0 വരും പ്ലസ്. പിന്നെ ഒരു 750 1001 ഒരു 753 കൂടി ഗുണിക്കണം. 1 കൊണ്ട് ഗുണിക്കണം. അപ്പൊ 753 ഇവിടെ എഴുതിയാൽ കൂട്ടുക. അപ്പോഴാണ് 753 കിട്ടുന്നത്. 1 + 3 + 5 + 7 + എല്ലാം ഒറ്റസംഖ്യകളാണെന്ന് മനസ്സിലായി. പ്ലസ് 4043 എത്രയാണ്? കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ 2022 ആണ്. ശരി, ഇത്രയും ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഓഡ് നമ്പേഴ്സ് ആണ്. 1 മുതൽ 4043 വരെയുള്ള ഓഡ് നമ്പേഴ്സിന്റെ സമ്മ്
1 മുതൽ 4043 വരെയുള്ള ഓഡ് നമ്പേഴ്സിന്റെ സം കണ്ടിട്ട് എന്റെ സ്ക്വയർ റൂട്ട് കാണാനാണ് നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ ഉടൻ തന്നെ ഈ 4043ന്റെ കൂടെ 1 കൂട്ടുക. 1 കൂട്ടിക്കഴിഞ്ഞാൽ 4044 കിട്ടും. അതിന്റെ പകുതി എടുക്കുക. എത്രയാണ് മുഹമ്മദ് റഷാദ് 4044ന്റെ പകുതി? 2022. ഇത് അറിയില്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് നോക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് 1 + 3 + 5 + 7 എത്രയാണ് എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ മറുപടി പറയണം അവസാനം കാണുന്ന 7 ആണ്. 7ന്റെ കൂടെ 1 കൂട്ടിയാൽ കിട്ടുന്ന 8നെ പകുതിയാക്കിയ സംഖ്യയായിരിക്കും ഇതിന്റെ ഉത്തരം എന്ന് നിങ്ങൾ പറയണം. എങ്ങനെയാണ് ഇങ്ങനെ കിട്ടുന്നത് നോക്കോളൂ. സ്ക്വയർ റൂട്ട് ഓഫ് 3 1 4 5 4 9 7 16 ആണ്. അത് നിങ്ങൾക്കറിയാം. 16ന്റെ സ്ക്വയർ റൂട്ട് 4 ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടെ സ്ക്വയർ റൂട്ട് ഇല്ലായിരുന്നുവെങ്കിൽ സംഭവിക്കുന്നത് എന്താണ്? സ്ക്വയർ റൂട്ട് ഇല്ലാതെയാണ് ഇത് കൂട്ടുന്നതെങ്കിൽ സംഭവിക്കുന്നത് 1 ഉൾപ്പെടെയുള്ള 1 2 3 4 ഓഡ് നമ്പേഴ്സ് തുടർച്ചയായിട്ട് കൂട്ടുമ്പോൾ ആ 1 ഉൾപ്പെടെയുള്ള 4 ഓഡ് നമ്പേഴ്സിന്റെ സമം കാണാൻ 4ന്റെ സ്ക്വയർ ആയ 16 ആയിരിക്കും. പിന്നീടാണ് നിങ്ങളോട് ചോദിക്കുന്നത് ഇതങ്ങ് റൂട്ടിനുള്ളിലാക്കിയത് എത്രയായിരുന്നു. അപ്പോഴാണ് നിങ്ങൾ 4 എഴുതുന്നത്. ഒരു എക്സാമ്പിൾ കൂടി പറയാം. പറയണമെങ്കിലൊക്കെ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതി. മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലായിട്ടില്ല എന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ കോസ്റ്റ് ആയ കുട്ടി അത് വിളിച്ചു പറയും മനസ്സിലാകാത്ത കുട്ടികൾക്ക്. വീണ്ടും നോക്കിക്കോളൂ. സ്ക്വയർ റൂട്ട് ഓഫ് 1 + 3 + 5 എത്രയാണ് എന്ന് ചോദിച്ചാൽ ഇതിന്റെ ഉത്തരം ഇവിടെ എത്ര നമ്പേഴ്സ് ഉണ്ടോ 1 ഉൾപ്പെടെ അതായിരിക്കും ഉത്തരം. നോക്കിക്കോളൂ. സ്ക്വയർ റൂട്ട് ഓഫ് 5 3 8 1 9ന്റെ സ്ക്വയർ റൂട്ട് 3 ആണെന്ന് നിങ്ങൾക്കറിയാം. ഇത് ഇത്രയും സംഖ്യ ആയതുകൊണ്ട് അങ്ങനെ കണ്ടുപിടിച്ചത്. പക്ഷേ ഇവിടെ സ്ക്വയർ റൂട്ട് വരുമ്പോൾ ഇവിടെ 3 ആയതെങ്കിൽ സ്ക്വയർ റൂട്ട് ഇല്ലാതെയാണ് 1 + 3 + 5 ചെയ്താൽ അതിന്റെ അർത്ഥം 3 സംഖ്യകൾ 1 ഉൾപ്പെടെ ഉണ്ടെങ്കിൽ 3ന്റെ സ്ക്വയർ ആയ 9 ആണ് ഉത്തരം. 3ന്റെ സ്ക്വയർ ആയ 9 ആണ് ഉത്തരം. ആ 9ന്റെ സ്ക്വയർ റൂട്ട് 3 തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെ ഈ സംഭവിച്ചത്. 1 2 1 3 5 7 ഇത് കണ്ട ഉടനെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം these are all odd numbers. Consecutive odd numbers starting from 1 to 443. 4043 ലെ തൊട്ടടുത്ത നമ്പർ 4044 ആണ്. അതിന്റെ പകുതി 2022 ആണെന്ന് തിരിച്ചറിയുക. ഇതൊക്കെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെ സ്പെഷ്യൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുക. ഇങ്ങനെയുള്ള 5-10 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും. അത് നിങ്ങൾ തിരിച്ചറിയുക. യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം എഴുതാം എല്ലാവരും. ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ തന്നേ മതിയാവും. 6^2 into 15^3 into 10. How many factors? കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തോളൂ. 6^2 ചോദ്യം വായിച്ചു മുഹമ്മദ് റഷാദ്. 6^2 into 15^3 into 10. How many factors? Okay. എത്ര ഘടകങ്ങളുണ്ട് എന്നാണ് ചോദ്യം. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ ടൈപ്പ് ചെയ്യും. ഇത് ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുകയാണ്. ഘടകങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. ഇത് USSന്റെ പരീക്ഷയ്ക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ന്യൂമാത്സിനും അതേപോലെ NMS ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ശരി, പോകാൻ നമുക്ക് ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്ന ഈ ചോദ്യത്തിലേക്ക്. ഇതിന്റെ ഘടകങ്ങളുടെ എണ്ണം ആരും ഇതുവരെ ടൈപ്പ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. എത്രയാണ് ഹരിനന്ദ്? 120. 120 ആണ്. ശരിയാണ്, 120 ആണ്. നോക്കിക്കോളൂ. ഇത് അറിയാത്തവർ ഈ ചോദ്യം വഴിക്ക് ശ്രദ്ധിച്ചോളൂ. 6^2 15^3 10. 10^1 ആണ്. ഇവിടെ 6ഉം 15ഉം 10ഉം എല്ലാം കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്, പ്രൈം നമ്പേഴ്സ് അല്ല. ഒരു പ്രൈം നമ്പറിന്റെ മേലെ 2^3 എന്ന് എഴുതി പ്രൈം നമ്പർ ആണ് 2, അതിന്റെ മേലെ ഒരു 3 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിനെത്ര ഘടകങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ വേറെ എവിടെയും പോകണ്ട. 3ന്റെ കൂടെ 1 ചേർത്താൽ 4 ഘടകം. ആ കുട്ടി എന്തായാലും കുറച്ച് ഞാൻ വിളിക്കും. ആ കുട്ടിയാണ് ഈ ക്ലാസ് എടുക്കാനാക്കുന്നത്.
അപ്പൊ 2/3 എന്ന സംഖ്യക്ക് ഇനി 2/4 എന്ന് പറഞ്ഞാൽ അവിടെ 5 ഘടകമുണ്ടാവും. 4 5 ഘടകം. കാരണം ഇവിടെയുള്ള പ്രൈം നമ്പറാണ്. പ്രൈം നമ്പറിന്റെ പവർ എന്ന് കഴിഞ്ഞാൽ പവറിനോട് ഒന്നും കൂട്ടി കൊടുത്താൽ അത്രയും ഘടകം ഉണ്ടാവും. അതാണ് പ്രൈം നമ്പറിന്റെ ഘടകത്തിന്റെ പ്രത്യേകത. ഇനി നിങ്ങൾക്ക് 2/4 × 3/2 എന്ന് എഴുതിയിരിക്കുക. ഇതിനെത്ര ഘടകം വെച്ചാൽ താഴെ എല്ലാം പ്രൈം നമ്പർ ആയതുകൊണ്ട് ഒരു +1 മാസ്ക് വെച്ചെടുത്ത് ഒരു +1 മാസ്ക് ഇവിടെ വെച്ചെടുത്ത് 4 × 5 5 × 3 15 ഘടകം ഉണ്ടാവും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഇവിടെ താഴെയുള്ള എല്ലാം കോമ്പോസിറ്റ് നമ്പേഴ്സാണ്. കോമ്പോസിറ്റ് നമ്പേഴ്സിനെ പ്രൈം നമ്പർ ആക്കി മാറ്റാനാണ് ആദ്യത്തെ ജോലി. 6നെ മാറ്റിക്കളിയാൽ 2 പ്രൈം നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്ത് 2 × 3 all raised to ഈ 2 ഇവിടെ എഴുതുക. ചെറിയൊരു ജോലി കഴിഞ്ഞു. 15നെ മാറ്റി പിടിക്കുക 3 × 5 എന്ന് എഴുതുക. 15നെ 2 പ്രൈം നമ്പേഴ്സ് ആണ്. ആ 3 എടുത്തിട്ട് മേലെ എഴുതുക. ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 2 × 5 എന്ന് എഴുതാം. 2 പ്രൈം നമ്പേഴ്സ് ആണ്. 2ന് ഒരു പവർ ഉണ്ട്, 5ന് ഒരു പവർ ഉണ്ട്. അതാണ് എഴുതിയിരിക്കുക. അതിനുശേഷം എന്താ വിളിച്ചോ ഇവിടെ 2 എന്ന് പറഞ്ഞാൽ 2/1 ആണ്. ഇവിടെ 3/1 ആണ്. A/m all raised to n is equal to A/mn എന്ന കൃത്യക നിയമം പഠിച്ചവരാണ് നിങ്ങൾ. അപ്പൊ 2/1/2 ഇൻറ്റു 3/1/2 1/2 3/1/2 ഇൻറ്റു 3/133 ഇൻറ്റു 5/133 ഇൻറ്റു 2/1 ഇൻറ്റു 5/1 എല്ലാം പ്രൈം നമ്പേഴ്സ്. ഇവിടെ കുടുംബക്കാരെ എല്ലാം ഒന്നാക്കണം. 2/2ന്റെ കുടുംബക്കാരനാണ് 2/1. അവനെ ഇങ്ങോട്ട് വിളിക്കൂ. 2/2 ഇൻറ്റു 2/1 അടുത്തടുത്ത് വരട്ടെ. 3/2ന്റെ കുടുംബക്കാരൻ 3/3 തൊട്ടടുത്ത് തന്നെ ഉണ്ട്. 5/3ന്റെ കുടുംബക്കാരനാണ് 5/1. ഒരു ഓർഡറിലേക്ക്. അതിനുശേഷം ഈ കൃത്യന്റെ നിയമം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. A/m × A/n എന്ന കൃത്യന്റെ നിയമം. അതുവഴിക്ക് ഇവിടെ എന്താ സംഭവിക്കുക? 2/2 2 + 1 3 ഇൻറ്റു 3/2 2 + 3 5 ഇൻറ്റു 5/3 + 1 4. ചോന്ന മഷികളൊക്കെ എന്തെടുക്കുന്നു എങ്കിൽ ഒരു +1 കൊടുക്കാൻ. ഇവിടെ ഒരു +1, ഇവിടെ ഒരു +1. 3 × 1 4, 5 × 1 6, 4 × 1 5. 6 × 30 30 × 4 120. എന്ന് പറഞ്ഞ ഉത്തരം ശരിയാണ്. എത്ര പേർക്ക് 120 കിട്ടിയിട്ടുണ്ട്? 6ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് നിങ്ങൾ, USS പഠിച്ചതാണ് നിങ്ങൾ. എത്ര പേർക്ക് നിങ്ങൾക്ക് 120 കിട്ടിയിട്ടുണ്ട്? ആ കുട്ടികളുടെ പേര് ടൈപ്പ് ചെയ്യൂ. സർ ഇതെല്ലാം എഴുതണോ? നിർബന്ധല്ലേ? അറിയുന്നുണ്ട്. ഇതൊന്ന് വിവരിച്ചു കൊടുക്കാമോ? ഓക്കെ സാർ. അതായത് നമ്മളുടെ ചോദ്യം തന്നിരിക്കുന്നത് 6/2 ഇൻറ്റു 15/3 ഇൻറ്റു 10 ആണ്. ഇപ്പോൾ നമുക്ക് ഇതെല്ലാം പ്രൈം നമ്പേഴ്സ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇതിനെ പ്രൈം നമ്പേഴ്സിന്റെ ഘടകങ്ങളായിട്ട് എഴുതണം. അപ്പൊ 6നെ നമുക്ക് 2 × 3 എന്ന് എഴുതാം. അപ്പൊ 6/2 ആയതുകൊണ്ട് അതിനെ (2) എന്ന് ഇടാം. അത് കഴിച്ച് 15നെ 3 × 5 എന്ന് ഇടാം. ആ ഒരു (3) താഴോട്ട് (2) എഴുതാം. 10നെ 2 × 5 എഴുതാം. 2 × 5നെ 10/1 ആയതുകൊണ്ട് തന്നെ 2 × 5 (1) എന്ന് എഴുതാം. അത് കഴിഞ്ഞാൽ A/m × A/m സമം A/mn എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെ 2/2 ഇൻറ്റു 3/2 ഇൻറ്റു 3/3 ഇൻറ്റു 5/3 ഇൻറ്റു 2/1 ഇൻറ്റു 5/1 കിട്ടും. ഇതിന്റെ അകത്ത് ഒരേ വാല്യൂ ഉള്ള സംഖ്യകളെ നമുക്ക് കൂട്ടി ചേർക്കാം. അതായത് 2/2നെയും 2/2നെയും
ഒരേ കുടുംബക്കാരായതുകൊണ്ട് അവയെ കൂട്ടിച്ചേർക്കാം. അപ്പോ m ഇൻറ്റു n സമം m പ്ലസ് n എന്നുള്ള കൃത്യങ്ക നിയമം ഉപയോഗിച്ച് നമുക്ക് 2/3, 3/5, 5/4 എന്ന് കിട്ടും. അപ്പോ ഇനി അത് കഴിഞ്ഞിട്ട് പ്രൈം നമ്പേഴ്സിന്റെ ഘടകത്തിന് എല്ലാത്തിനും 1 ബാധകമാണ് കൊണ്ട് തന്നെ നമ്മൾ +1 ഇട്ട് കൊടുക്കുന്നു. അപ്പൊ 3 4 ആവും, 5 6 ആവും, 4 5 ആവും. അപ്പൊ 4 × 6 × 5 120. വെരി ഗുഡ്. 120 ഈ സംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം എന്ന് തിരിച്ചറിയുക. ഇത് പഠിക്കുന്ന സംഖ്യകളുടെ സമ്മും 2 സംഖ്യകളുടെ തുകയും ആ 2 സംഖ്യകളുടെ ഗുണനഫലവും തുല്യമാണ്, ഈക്വലാണ്. 2 സംഖ്യകളുടെ തുകയും അവയുടെ ഗുണനഫലവും തുല്യമാണ്. അതിൽ ഒരു സംഖ്യ 5 ആണ്, മറ്റേ സംഖ്യ ഏതാണ്? The sum of two numbers and the product of two numbers are equal. The sum and product of two numbers are equal. One number is 5. What is the other number? നിങ്ങൾ രണ്ടൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ. 5ന്റെ കൂടെ 2 കൂട്ടിയാൽ 7 ആണ് കിട്ടുന്നത്. 5നെ 2 കൊണ്ട് ഗുണിച്ചാൽ 7 അല്ല കിട്ടുന്നത്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ 2 ടൈപ്പ് ചെയ്യുന്നത്? നിങ്ങൾ 5ന്റെ കൂടെ 3 ഒരു 5 1 ഞാൻ 5 പറഞ്ഞു. 5ന്റെ കൂടെ 3 കൂട്ടിയാൽ 8 ആണ്. 5നെ 3 കൊണ്ട് ഗുണിച്ചാൽ 15 ആണ്. 8ഉം 15 എങ്ങനെ പൊരുത്തപ്പെടും? പിന്നെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്താൽ മതി. ഇതിപ്പോ വിളിച്ചാൽ നിങ്ങൾക്ക് എല്ലാം തെറ്റി. ശരി ഉത്തരം വന്നോ? മുഹമ്മദ് റഷാദ്. ഇല്ല സാറേ, ഒന്നുമില്ല. മുഹമ്മദ് റഷാദ് ഈ ഉത്തരം അറിയാം? അറിയാൻ പറഞ്ഞില്ല. ഒരു സംഖ്യ 5, 5ഉം ഏതോ ഒരു സംഖ്യ കൂടി കൂട്ടിയപ്പോഴാണ് ഒരേ വില. മറ്റേ സംഖ്യ ഏതാണ് എന്നാണ് ചോദ്യം. അത് 5/4 ആണ്. മറ്റേ സംഖ്യ 5/4 ആണ്. 5 ഒന്നും കുറച്ച് കഴിഞ്ഞാൽ മതി. സംഖ്യ എന്ന് ഞാൻ പറഞ്ഞത് അത് ഭിന്നസംഖ്യയാണോ? അപ്പൊ ഇവിടെ 5/4 5 + 5/4 5 × 5/4 ചെയ്താൽ എന്ത് കിട്ടുന്നു? 4 20 20 + 5 25/4 കിട്ടുന്നു. 5 × 5/4 5 25 25/4 അവിടെ കിട്ടുന്നു. അപ്പോൾ ഒരു സംഖ്യ 5 ആയാൽ മുഹമ്മദ് റഷാദ് മറ്റേ സംഖ്യ ഏതാണ്? 5/4. 5/4 ആണ്. ഇനി മുഹമ്മദ് റഷാദ് പറയൂ, എല്ലാവരും ടൈപ്പ് ചെയ്യൂ. ഒരു സംഖ്യ 3 ആണെങ്കിൽ മറ്റേ സംഖ്യ ഏതായിരിക്കും? 3/2. 3/2 ടൈപ്പ് ചെയ്ത കുട്ടികൾ ടൈപ്പ് ചെയ്തതിന് മുമ്പ് പറയണ്ട. ഓക്കെ, അതായത് 3 + 3/2 3 × 3/2 തുല്യമാണ്. 3 × 6 9/2 4. 9/2 4. എല്ലാം 9/2. ഇനി ഇന്നലെയുടെ ബാക്കി. ഇന്നലെ നമ്മൾ മിസ്സിംഗ് നമ്പർ സീരീസ് പഠിപ്പിച്ചു. അതിൽ 5 ചോദ്യം ഞാൻ തന്നു. ഇനി NMMSയുടെ മാത്തിൽ വരുന്ന വളരെ സുപ്രധാനമായ ഒരു ചോദ്യമാണ്. 5 മാർക്കിന്റെ ഓരോ ചോദ്യം, ഓരോ മാർക്കിന്റെ ഓരോ ചോദ്യങ്ങൾ 5 മാർക്ക്. അതാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. പുതിയ കുട്ടികൾക്ക് കൂടി വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അവർ ശ്രദ്ധിക്കുക. ഫോണിൽ ചാർജ് തീർന്നാൽ പിന്നീട് യൂട്യൂബിൽ ഈ ക്ലാസ് വരും. അപ്പൊ തലേ ദിവസം ഫോണൊക്കെ ചാർജ് ചെയ്ത് വെച്ചോ. രാവിലെ ക്ലാസ് വെക്കുമ്പോൾ 2-3 ഗുണങ്ങളിൽ ഒരു ഗുണമാണ് ഫോണിൽ ചാർജ് ഉണ്ടാവും. വൈകുന്നേരം ക്ലാസ് വെക്കുമ്പോൾ രക്ഷിതാക്കളുടെ ഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഫോണിൽ ചാർജ് കുറയും. തലേ ദിവസം ഫോൺ ചാർജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാവിലത്തെ ക്ലാസ് നന്നായിട്ട് കേൾക്കാൻ പറ്റും. ശ്രദ്ധിക്കുക, സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ തലേ ദിവസം മെസ്സേജ് വരും. ആ മെസ്സേജ് വരുന്ന സമയത്ത് മദ്രസകളോ സ്കൂളോ ഇല്ലെങ്കിൽ 5:30 മണിക്ക് ക്ലാസിന്റെ മെസ്സേജ് നിങ്ങൾക്ക് വരും. അപ്പൊ കുട്ടികൾ ചെയ്യും. പ്രധാനമായിട്ടും കണ്ണൂർ, തൃശൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ഈ ജില്ലകളിലെ കുട്ടികളാണ് കൂടുതൽ ഈ ക്ലാസ്സിലുള്ളത്.
അതേസമയത്ത് പുറം ജില്ലയിലെ കുട്ടികളും ഇതിലുണ്ട്. പക്ഷെ അവിടെ ഒഴിവുകൾ വരുന്ന സമയത്ത് ആ കുട്ടികൾ ഇതിൽ ജോയിൻ ചെയ്യാം. എത്ര കുട്ടികൾ ഇപ്പോഴുണ്ട് മുഹമ്മദ് റഷാദ് ഈ ഗ്രൂപ്പിൽ? സാർ ഇപ്പൊ 132 കുട്ടികൾ. ആ, അതെല്ലാം നെറ്റിന്റെ പ്രശ്നം കൊണ്ട് പോയവരായിരിക്കാം. ഇൻസേർട്ട് ദ മിസ്സിംഗ്. ഇൻസേർട്ട് ദ മിസ്സിംഗ്. ഇത് എന്റെ മെസ്സിക്കൽ ടോപ്പിക്കാണ്. ഇൻസേർട്ട് ദ മിസ്സിംഗ്. വിട്ട ഭാഗം പൂരിപ്പിക്കുക. അത് ചിത്രത്തിൽ വരും, ചിത്രം മുഖേന വരും, എല്ലാതെയൊക്കെ വരും. ഇത് മുമ്പ് കേട്ട കുട്ടികൾ വേണമെങ്കിൽ ലീവ് ചെയ്യാം. കേൾക്കാത്ത കുട്ടികൾ മാത്രം ഇതിൽ നിന്നാൽ മതി. ഇനി നിന്നാലേ ഇല്ല, നിങ്ങൾ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതി. ഏതൊരു കുട്ടിയുടെ മൈൻഡെന്തോ പ്രശ്നം ശ്രദ്ധിക്കുക. 3 ട്രയാങ്കിൾ ഒരേപോലെ നിങ്ങൾ അങ്ങ് റഫായിട്ട് വരയ്ക്കൂ. ആ ട്രയാങ്കിളിനെ ഇങ്ങനെ ഒരു കോലത്തിലാക്കും. ആയിക്കഴിഞ്ഞാൽ യെസ് എന്ന് ടൈപ്പ് ചെയ്താൽ ഉപകാരം. ആരോ എന്തോ പറയാൻ നോക്കിയത്. ഇവിടെ 20 എഴുതുന്നു, ഇവിടെ 16 എഴുതുന്നു, ഇവിടെ 25 എഴുതുന്നു, ഇവിടെ 18 എഴുതുന്നു, ഇവിടെ 36 എഴുതുന്നു, ഇവിടെ 9 എഴുതുന്നു, ഇവിടെ 40 എഴുതുന്നു, ഇവിടെ 64 എഴുതുന്നു, ഇവിടെ ഒന്നും എഴുതുന്നില്ല. നിങ്ങളുടെ നല്ല നോട്ട് ബുക്കിൽ നല്ല വൃത്തിയിൽ ഇത് വരച്ചേക്കാം. വൈകി വന്ന കുട്ടികളുടെ ഒരു വാക്ക് 200 പേജ് വരെയില്ലാത്ത കോളേജ് നോട്ട് ബുക്കാണ് ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടത്. കോളേജ് നോട്ട് നല്ല പേപ്പറുള്ള, വരയില്ലാത്ത വെള്ള നല്ല പേപ്പറുള്ള നോട്ട് ബുക്ക് വാങ്ങുക. കൂട്ടത്തിൽ ഒരു പെൻസിൽ വാങ്ങുക, റെറ്റിംഗ് പേന വാങ്ങുക. സാധാരണ പേന നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുകയും ചെയ്യും. ക്ലാസ് ഓൺലൈനിൽ കേൾക്കുമ്പോൾ റഫ് നോട്ടിൽ എഴുതി വെക്കുക. പിന്നീട് സംശയം യൂട്യൂബിൽ കൂടി നോക്കിയിട്ട് വൃത്തിയിൽ നോട്ട് എഴുതി വെക്കുക. മടപ്പള്ളി ഗേൾസിലുണ്ടോ? ഓപ്ഷൻസ് ഉണ്ട്. പുതിയ കുട്ടികളാണ് ഈ പങ്കെടുത്ത് ചോദ്യം കേൾക്കാത്തത്. 20, 25, 30, 40 ഓപ്ഷൻസ് ഉണ്ട്. കുട്ടികൾ ടൈപ്പ് ചെയ്ത് എത്രയാണ് മുഹമ്മദ് റഷാദ്? 25 ശരിയാണ്. കാരണം ഇത് സ്ക്വയർ നമ്പർ ആണെന്ന് കുട്ടിക്ക് അറിയെങ്കിൽ മാത്രമേ ഇതിന്റെ പണി നടക്കൂ. 14 സ്ക്വയർ റൂട്ട് 4, 25 സ്ക്വയർ റൂട്ട് 5, 4 × 5 20 ആണ് മേലെ എഴുതിയത്. 36 സ്ക്വയർ റൂട്ട് 6, 9 സ്ക്വയർ റൂട്ട് 3, 6 3 18 ആണ് മേലെ എഴുതിയത്. നിങ്ങൾ ഇങ്ങനെ ഒക്കെ ഒന്ന് വരയ്ക്കട്ടെ. നിങ്ങൾ ചോന്ന മഷി കൊണ്ടോ അല്ലെങ്കിൽ പെൻസിൽ കൊണ്ടോ ഇവിടെ മാർക്ക് ചെയ്യണം എങ്ങനെ കിട്ടി എന്നത്. എന്നിട്ട് ഇവിടെ ഉള്ള ഉത്തരം ചോന്ന മഷി കൊണ്ടുള്ള മാർക്ക് ചെയ്യുമാണ്. ഇത് എങ്ങനെ കിട്ടി എന്ന് മാർക്ക് ചെയ്തിട്ടില്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ, പരീക്ഷയുടെ തലേദിവസം ഒന്നും ഓടിച്ചു നോക്കുമ്പോൾ ഇവിടെ എന്തായിരുന്നു ആലോചിച്ചാണ് തിരിക്കും. അതുകൊണ്ടാണ് എഴുതി വെക്കണമെന്ന് പറഞ്ഞത്. എന്നിട്ട് ഈ ശരിയായ ഇവിടെ നോക്കിക്കോളൂ. 64 8 സ്ക്വയർ റൂട്ട് 8 ആണ്. 8നെ 5 കൊണ്ട് ഗുണിച്ചാലാണ് കിട്ടുക. 5ന്റെ സ്ക്വയർ ആയ 25 ആണ് എഴുതുന്നത്. അപ്പൊ ഈ 25 ചോദ്യ വർഷം എഴുതുക. ഈ ഓപ്ഷനിലുള്ള 25 ചോദ്യ വർഷം മാർക്ക് ചെയ്യുക. ഇതാണ് നോട്ട് ബുക്ക് ചെയ്യേണ്ട രീതി. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. സാർ മയക്കല്ല. ആരാ അത് മയക്കണ്ടെന്ന് പറഞ്ഞത്? 2 and 3 പക്ഷിയൊക്കെ തീർന്നു. ആ 3 വട്ടങ്ങളിലും 3 സംഖ്യകൾ നമ്മൾ എഴുതുന്നു. എങ്ങനെ എഴുതുന്നു? ഇങ്ങനെ കൊടുത്തിട്ട് എഴുതുന്നു. ഈ മോഡലൊക്കെയാണ് വരിക. തുടക്കക്കാർക്ക് പഠിക്കാറുള്ളത്. 13 26 78 17 34 102 23 46 ഓപ്ഷൻസ് 69 98 138 142. ആൻസർ പറഞ്ഞോളൂ. എങ്ങനെ കിട്ടുന്നതേ പറയൂ.
പറയൂ. 23 46 ആഡ് ചെയ്തിട്ട് ഡബിൾ ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് പോട്ടെ. ആദ്യം 13 26 കൂടി കൂട്ടിയാൽ എത്രയാ? 39 ഇരട്ടി ഇതാണ്. 17 34 കൂടി കൂട്ടുന്നു. 7 4 11 51. 51 2 കൂടിച്ചാൽ ഇതാണ്. അപ്പൊ 23 പ്ലസ് 46 കൂട്ടുന്നു, 69 കിട്ടുന്നു. അതിന്റെ ഇരട്ടിയായ 138. ഓക്കെ അല്ലേ മോഹൻഷാൻ? ശരിയാണ്. അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, ഞാൻ അയക്കാൻ പോയാണ്. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ, പിന്നീട് നോക്കിയാൽ മതി. ഓക്കെ, അടുത്തതിലേക്ക് പോവുകയാണ്. ശ്രദ്ധിക്കുക, അടുത്തതിലേക്ക് പോകുന്നു. ഇവിടെ എഴുതിയ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. അപ്പൊ നിങ്ങൾക്ക് അടുത്ത ചോദ്യം വേഗം കിട്ടും. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം ഇതാ തരുന്നു. അടുത്ത ചോദ്യം ഇതാ, 4 വട്ടങ്ങൾ നേരെ വലിക്കുക. 1 2 3 4. ആ കൊത്തുപണി എടുത്തിട്ടുണ്ടാവും. ഇതൊരു വൃത്തിയിൽ വരയ്ക്കണം നിങ്ങൾ. ഞാനുള്ള റഫായിട്ടാണ് വരച്ചത്. 22 23 34 ഡാഷ് 15 19 24 12 38 46 52. ഞാൻ പറയും 46. 46. 46 അല്ല 38. നമ്മൾ വിചാരിച്ച തന്നെ കിട്ടണം. അതുകൊണ്ടാണ് 46 അല്ല. 46 അല്ല. പിന്നെ എന്തെങ്കിലും പറയാട്ടോ? 72 ആണോ? 72 ഓപ്ഷൻ ഇല്ല. 38 ആണോ? 38. 38 ആണ്. എല്ലാം പറഞ്ഞ അവസാനം 38 പറഞ്ഞില്ലേ? 38 ശരിയാണ്. എങ്ങനെയാ കിട്ടുന്നതെന്ന് കൂടി പറ. എങ്ങനെയാ കിട്ടുന്നത് കൂടി പറഞ്ഞാൽ മുന്നോട്ട് പോകും. ആർക്കും അറിയാം? മുഹമ്മദ് റഷാൻ, ഹരിനന്ദ്, എങ്ങനെ കിട്ടുന്നു 38? രണ്ടിരട്ടി. എടോ, ഈ 15ന്റെ കൂടെ 7 കൂട്ടിയാലല്ലേ 22 കിട്ടുന്നത്? ആണോ? അത് വഴിക്ക് പോയി നോക്ക് എങ്ങനെ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ 23 34 കൂടി കൂട്ടിയാൽ എത്രയാണ്? 57. 57. ആ 57നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? 90. 19 ആണ്. അത് റെഡിയായി. അപ്പൊ 22ഉം 23 കൂടി കൂട്ടിയാൽ എത്രയാണ്? 45. ആ 45നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? 50. ഓ 50. ഓക്കെ. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടി 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടി 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇവന്റെ കൂടെ 38 കൂട്ടിയാൽ എന്ത് സംഭവിക്കും? മുപ്പത്തിനാലിന്റെ കൂടെ 38 ആണ് കൂട്ടുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? 72നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? 24. അതിനെന്താന്ന് പറഞ്ഞു കൊടുക്കും. അതായത് ചോദ്യത്തിൽ തന്നിരിക്കുന്നത് 22ഉം 23ഉം ആണ് ആദ്യത്തെ 2 സർക്കിൾസിലുള്ളത്. അപ്പൊ 22ഉം 23ഉം ആഡ് ചെയ്താൽ 45 കിട്ടും. 45നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് 15 കിട്ടുന്നത്. അത് കഴിഞ്ഞ് 23ഉം 34ഉം കൂട്ടിയാൽ 57 കിട്ടും.
57 3 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് 19 കിട്ടുന്നത്. അത് കഴിഞ്ഞ് 34ഉം 38ഉം ആണ് കൂട്ടേണ്ടത്. പക്ഷെ അതാണ് നമുക്ക് എഴുതാനുള്ളത്. അപ്പൊ 34 എത്ര കൂട്ടിയിട്ട് പകുതിയാക്കിയാലാണ് 24 കിട്ടുക നോക്കുക. അല്ല 3 കൊണ്ട് കൂട്ടിട്ടാ. എന്റെ ചോദ്യത്തിന് മറുപടി പറയണം. കുട്ടികളുടെ അടുത്ത് പറയട്ടെ, ആദ്യമായിട്ടാണ് ഇത്രയും നേരം നീണ്ടു നിൽക്കുന്ന ഒരു ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾ പങ്കെടുക്കുന്നത്. ഇപ്പോൾ എത്ര കുട്ടികൾ ഉണ്ടെന്ന് എനിക്കറിയില്ല. എത്ര കുട്ടികളുണ്ട് മുഹമ്മദ് റഷാദ്? സാർ 93 മക്കൾ ഇപ്പൊ ഇതിലുണ്ട്. 140ഓളം വന്ന കുട്ടികൾ നെറ്റിന്റെ ഇഷ്യൂ കാരണം 1 മണിക്കൂർ കൊണ്ട് പിരിഞ്ഞു പോയി. അവർ പിന്നീട് യൂട്യൂബ് കാണും. ഇത്രയും 93 കുട്ടികൾ ഇപ്പൊ ഇതിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന വകയിൽ ഉറപ്പാണ്. അപ്പൊ നിങ്ങൾ എഫേർട്ട് എടുക്കണം, നല്ല എഫേർട്ട് എടുക്കണം, എങ്കിൽ കിട്ടും. അപ്പോൾ ഇവിടെ അരുണത്തിനോട് എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞേ ചെയ്യാം. ചോദ്യം ഇതാണ്, എവിടുന്ന് കിട്ടി ഈ 3? എവിടുന്ന് കിട്ടി ഈ 3? അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞു. സാർ അറിയില്ല. അറിയില്ല എങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എവിടുന്ന് കിട്ടിയതല്ല, വായിൽ നിന്ന് കിട്ടിയാണ്. ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് അന്തരീക്ഷത്തിൽ നിന്ന് ഈ 3 എടുക്കുന്നു നിങ്ങൾ. കാരണം നിങ്ങൾ തിരിച്ചറിയണം, ഈ 2 സംഖ്യ കുട്ടി 3 കൊണ്ട് അടിച്ചാലാണ് താഴത്തെ കിട്ടുക എന്നത് ഒരു NMMSC കുട്ടി മനസ്സിലാക്കണം. നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എക്സാമിനേഷന്റെ തുക കൊടുക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ 345 പേർക്കാണെങ്കിൽ ആയിരക്കണക്കിന് കുട്ടികൾ ഈ പരീക്ഷ എഴുതുമ്പോൾ ഈ 2 സംഖ്യകൾ കൂട്ടിയാൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താണ് താഴത്തത് കിട്ടുന്നത് എന്ന യോജിപ്പിലേക്ക് ഈ സംഖ്യ മനസ്സിലാക്കിയിട്ട് ഒരു കുട്ടി മുന്നോട്ട് വരികയാണെങ്കിൽ ആ കുട്ടിക്കുള്ളതാണ്, ആ 345 കുട്ടികളുടെ ഹയസ്റ്റ് നിൽക്കുന്ന കുട്ടിക്കുള്ളതാണ് ആദ്യത്തെ വർഷത്തെ 12,000. അങ്ങനെ 4 വർഷത്തേക്ക് 48,000 രൂപ നിങ്ങൾക്ക് സ്വന്തം എന്തായാലും കിട്ടും. നിങ്ങൾക്ക് ഈ വർഷം പരീക്ഷ എഴുതി റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത വർഷം മുതൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ പണം വരും, ഉറപ്പായിട്ടും വരും. അതിന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഒരു ചോദ്യം തന്നുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി പറയുന്നു, പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കാം. കാരണം ഈ സമയത്ത്, സ്കൂൾ ഇല്ലാത്ത ഈ സമയത്ത് രാവിലെ 5:30 കൊടന്ന് ഇപ്പോൾ 7 മണിയായി. 7 മണി വരെ ഈ ക്ലാസ്സിലിരുന്ന് ക്ലാസ് ശ്രദ്ധിച്ച നിങ്ങൾക്ക് ഒരിക്കൽ കൂടി വിജയം നേർന്നുകൊണ്ട് ഇതാ ലാസ്റ്റത്തെ ഒരു ചോദ്യം ഞാൻ തരുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ഹോംവർക്കും ഞാൻ തരുന്നു. ആ ചോദ്യം ഹോംവർക്കും ഇപ്പൊ പിടിച്ചോളൂ. ഈ ചോദ്യത്തിന് ഉത്തരം ഇപ്പൊ തന്നെ മതിയാവും. ഹോംവർക്ക് പിന്നെ. ശരി, ഒരു വട്ടം വരയ്ക്കുന്നു. ആ വട്ടത്തെ പകുതിയാക്കി 4ആക്കി മാറ്റുന്നു. അതിനെ വീണ്ടും 8ആക്കി മാറ്റുന്നു. വരച്ചു കഴിഞ്ഞാൽ യെസ് എന്ന് പറയാം. ഇവിടെ നിങ്ങൾ ഫില്ല് ചെയ്യണം. 2, 25, 5, 10, 50, 4. നിങ്ങളോടുള്ള ചോദ്യം ഇപ്പം പറയണം, കമന്റ് ചെയ്താൽ മതി. ഇവിടെ എക്സ് ആണ്. ഈ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് എക്സിന് യോജിക്കുന്നത് എന്നാണ് നിങ്ങൾ പറയേണ്ടത്. ദീസ് ആർ ദ ഓപ്ഷൻസ്. ചോദ്യം വായിച്ചു കൊടുത്തു മുഹമ്മദ് റഷാദ്. 20-2 25 5 10 54. What is X? ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ? 5 ആണോ? 5 ആണോ? ആരാണ് 5 ആണോ ചോദിച്ചത്? 5 ആണോ എന്ന് സംശയം. 5 ആണോ എന്ന് ചോദിച്ചാൽ 5 അല്ല. 10 ആണോ? Sir 10. ശരിയാണ്. 10 ആണ്. നമ്മുടെ ആൻസർ 10 ആണ്. 10 ആണ്. അത് ശരിയാണ്. കാരണം
4ഉം 25 തമ്മിൽ ഗുണിച്ചാൽ 100 ആണ്. 4 25. 5നെ 20 കൊണ്ട് ഗുണിച്ചാൽ 100 ആണ്. 2നെ 50 കൊണ്ട് ഗുണിച്ചാലും 100 ആണ്. അങ്ങനെയാണെങ്കിൽ 10നെ ഏത് കൊണ്ട് ഗുണിക്കണം? 10. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂടെ പേരൻസോ കുട്ടികളോ ടീച്ചേഴ്സോ പേരൻസോ ടീച്ചേഴ്സോ ഇരിക്കുന്നുണ്ടോ? Yes. ഉണ്ടെങ്കിൽ അവരുടെ ഉള്ള കുട്ടികൾ അവരുടെ കയ്യിൽ ഫോൺ കൊടുക്കും. പറയട്ടെ, ഉണ്ടോ? ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഫോൺ കൊടുക്കാം. നോ. No. ശരി. അപ്പൊ ഇനി എല്ലാവർക്കും മൈക്ക് ഓൺ ചെയ്യാം. മൈക്ക് ഓൺ ചെയ്തതിൽ തടസ്സമില്ല. നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായം പറയാം. കൂട്ടത്തിൽ ഇന്ന് ചെയ്യേണ്ടതായ ഒരു ചോദ്യം നിങ്ങൾക്ക് തരികയാണ്. ശ്രദ്ധിക്കുക, ഈ ചോദ്യത്തിന്റെ ആൻസർ ഇന്ന് വൈകുന്നേരത്തിന്റെ ഉള്ളിൽ എത്ര പേർ യൂട്യൂബിൽ ഈ ക്ലാസ് വരുമ്പോൾ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുന്നുവോ അതിൽ നിന്നാണ് നറുക്കെടുത്തിട്ട് കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് അവർക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ NMMSന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ PDF അല്ലാതെ ഞാൻ അയച്ചു കൊടുക്കുക എന്ന് തിരിച്ചറിയാം. മൈക്ക് തൽക്കാലം മ്യൂട്ട് ചെയ്യാം. സർ, ആ, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇന്നലത്തെ ഹോംവർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. പറയൂ മകളെ. ഇത് നമ്പർ സീരീസിലെ ഹോംവർക്കിൽ 1/3, 1/2, 3/5, -5/7, 3/4 അതിന്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന്. ഒന്ന് ചോദ്യം വായിച്ചോളൂ. 1/3, 1/3, 1/2, 1/2, 3/5, 3/5, dash, 5/7, 5/7, 3/4. 3/4. 3 1 4, 5 3 8, 3 1. ഓക്കെ. എത്ര ആൻസർ? 2/3 ഉണ്ടോ? ഉണ്ട്. യെസ്. ഇതിന് ഉത്തരം 2/3 ആണ് കിട്ടുന്നത്. ഏത് കുട്ടിക്ക് വിവരിച്ചു കൊടുക്കാൻ പറ്റുമോ? മോളെ പേരെന്താ? നവനി. നവനിക്ക് ഒന്ന് വിവരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരു കുട്ടി. ആ, പറയൂ. 1 3 5 അങ്ങനെ ഓഡ് നമ്പേഴ്സ് ആയിട്ടാണ് പോകുന്നത്. 1 3 5 എന്താ വിവരിച്ചു കൊടുക്കുന്ന കുട്ടിയുടെ പേരെന്താണ്? ആയിഷ വാഹിബ. ആയിഷ വാഹിബ. യെസ്, പറയൂ മോളെ. 1 3 5 ഓഡ് നമ്പേഴ്സ് ആയിട്ടാണ് പോകുന്നത്. ആയിക്കോട്ടെ. അതിന്റെ അടിയിൽ കൂടെയും 3 5 7 അങ്ങനെ ഓഡ് നമ്പേഴ്സ് ആയിട്ട് പോകുന്നു. അതിന്റെ ഇടയിലുള്ള നമ്പേഴ്സ് 1 പിന്നെ -3. അപ്പൊ അവിടെ 2 ആണ് വരേണ്ടത്, കാരണം അത് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. 1 2 3. ആ, 1 2 3. ഇപ്പൊ മനസ്സിലായോ നവനിക്ക്? യെസ് സർ. ആ കുട്ടിക്ക് ലൈക്ക് കൊടുത്തു നവനി.